ഇന്ത്യ പാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്നും അകത്തിട്ട് എത്തിച്ചോട്ടെ കേട്ടോ, ഇനിയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചെറിയൊരു സ്പേസാണ്. ഇപ്പം ചെറിയൊരു സ്പേസാണ്. തൽക്കാലം ഇതിവിടെ നമുക്ക് വയ്ക്കാം, എന്നിട്ട് നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് പാക്കിംഗ് മെറ്റീരിയൽസ് ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻഡസ്ട്രീസിന് വേണ്ട, അതായത് നിങ്ങൾക്ക് ഒരു ബിസിനസ് നടത്താൻ വേണ്ട ആൾക്കാർക്ക് വേണ്ട പാക്കേജിങ് മെറ്റീരിയൽസാണ് നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ട്. കാർട്ടൺ ബോക്സുകൾ പല വലുപ്പത്തിലും പല സൈസിലുണ്ട്. നിസ്സാര വിലയ്ക്ക്, അതായത് ഏകദേശം നിങ്ങൾക്ക് ₹1 മുടങ്ങി കാർട്ടൺ ബോക്സുകൾ ഇവിടെ ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ കാർട്ടൺ ബോക്സിൻ്റെ സൈസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ആവശ്യത്തിനാണ് നമ്മൾ കാർട്ടൺ ബോക്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതൊരു കാർട്ടൺ ബോക്സാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ബോക്സാണ്. ഇത് സെൽഫ് ലോക്ക്ഡ് ബോക്സ് എന്ന് പറയും. അതായത് നമുക്കൊരു മൊബൈലിൻ്റെ കവറാണ് നമുക്ക് പാക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സ് ഉപയോഗിക്കാൻ സാധിക്കും. കണ്ടല്ലേ, വളരെ എളുപ്പത്തിൽ നമുക്കിത് അയക്കാൻ പറ്റുന്നുള്ളത്. കണ്ടല്ലേ, വളരെ എളുപ്പത്തിൽ നമുക്കിത് കവർ പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫ് ലോക്ക്ഡ് ബോക്സുകളാണ്. ഇതേ വലിപ്പത്തിലുള്ള ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലിയുള്ള ബോക്സുകളുണ്ട്. ഈ എന്തെങ്കിലും നിങ്ങളുടെ മഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സാണ്, ചെറിയ ബോക്സ്. കണ്ടല്ലേ, അപ്പോൾ ഇതൊക്കെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇ-കൊമേഴ്സ് ആയിട്ട് നിങ്ങൾ ചെറിയ വീട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലത്തുള്ള ബോക്സുകൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ് ഇന്ത്യ പാക്കിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നിങ്ങൾ നമുക്ക് സ്വന്തം കമ്പനിയാണ്, നമ്മുടെ സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഏകദേശം ഒരു 50-60 സൈസുകൾ, ഡിഫറെൻറ്റ് സൈസുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് നിങ്ങൾ എവിടെ ചെന്ന് ചോദിച്ചാലും ഒരു ചെറിയ ബോക്സ് അടിക്കാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഒരു 500 പീസ് 600 പീസ് മിനിമം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് അടിക്കേണ്ടി വരും. എങ്കിലേ നിങ്ങൾക്ക് ഇത് പ്രോഡക്റ്റ് ലാഭകരമായിട്ട് കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 10 പീസ് അല്ലെങ്കിൽ 5 പീസായിട്ട് നമ്മുടെ നിന്ന് വാങ്ങാൻ പറ്റുന്നുള്ളതാണ്. ഓൾ ഓവർ ഇന്ത്യ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യും. അത്രയ്ക്കും നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രൊഡക്റ്റുകളും. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് നമുക്ക് ഇപ്പോൾ ഒരു ആമസോണിൽ സെല് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഫ്ലിപ്കാർട്ടിനകത്ത് സെല് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അവർക്കുള്ള ടേപ്പ് ഉണ്ട്, അത് കാണിച്ചു തരാം. ടേപ്പ് സെക്ഷൻ ഇഷ്ടംമാരുണ്ട്. ഇത് കണ്ടല്ലോ, ഇത് ആമസോണിലൊക്കെ സെല് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ പാക്കേജിങ് ഐറ്റംസ് നമുക്ക് റാപ്പ് ചെയ്യാനുള്ള ടേപ്പുകളാണ്. ഈ ടേപ്പുകൾ നമുക്ക് ബണ്ടിലായിട്ട് നിങ്ങൾക്ക് ഓരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഓരെണ്ണമായിട്ട് നമ്മൾ അയച്ചു തരും. ഇത് പക്ക 100. ഈ ടേപ്പ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടേപ്പ് പല വിലകളിലും പല സൈസിലും കിട്ടും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ടേപ്പിന് ഇപ്പോൾ എത്ര നീളമുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ എപ്പോഴും ഞങ്ങൾ കൊടുക്കുന്ന ടേപ്പ് കറക്റ്റ് ആയിരിക്കും. അതായത് 65 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്ററിൻ്റെ ടേപ്പുകളായിരിക്കും നമ്മുടെ കയ്യിൽ ഇരിക്കുക. ശരിക്കും 65 മീറ്റർ ടേപ്പ് നിങ്ങൾക്ക് 45 മീറ്ററിൻ്റെ ടേപ്പ് നിങ്ങൾക്ക് 65 മീറ്ററാണെന്ന് പറഞ്ഞ് വില കുറച്ച് തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവരെ ചതിയിൽ വീഴരുത്. നമ്മുടെ ടേപ്പുകളെല്ലാം കൃത്യമായിട്ട് മെഷർ ചെയ്ത് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. ഇതാണ് ആമസോണിൻ്റെ ടേപ്പ്. ഇനി അതുകൂടാണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ടേപ്പുകളുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ടേപ്പ് ഉണ്ടോ, ഫ്ലിപ്കാർട്ട് അയക്കുന്ന ആൾക്കാർക്ക് അവർക്കുള്ള ടേപ്പുകളും നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇനി ബ്രൗൺ ടൈപ്സുകളുണ്ട്. ഇതൊക്കെ സാമ്പിൾസ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരാൾ വന്നു കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടിയുള്ള സാമ്പിൾസ് എടുത്ത് നമുക്ക് ഒത്തിരി ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇടില്ല. എല്ലാം നമ്മുടെ ഗോഡൗൺ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബ്രൗൺ ടേപ്പുകളാണ്. അതേപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ടേപ്പുകളും ഉണ്ട്. കണ്ടില്ലേ, ട്രാൻസ്പെറൻറ്റ് ടേപ്പുണ്ട്. ഇതാണ് എടുത്തു പറയേണ്ട വേറൊരു കാര്യം. ഇനി നിങ്ങൾക്ക് കൊറിയർ ബാഗുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇഷ്ടംമാതിരി സൈസ് നമ്മുടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ട്രാൻസ്പെറൻറ്റ് കൊറിയർ ബാഗ് വന്നില്ലേ. അതായത് ഇതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ലോക്ക്ഡ് അല്ല, ഇങ്ങനെ ടെമ്പർ പ്രൂഫായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് കൊറിയർ ബാഗാണ്. ഏറ്റവും കുറഞ്ഞ സൈസ് മുതൽ ഏറ്റവും കൂടിയ സൈസ് വരെയുണ്ട്. നിങ്ങൾക്ക് അടുത്തൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊറിയർ ബാഗ് അറിയാൻ പറ്റും. ഇത് 12-16 സൈസാണ്. ഈ 12-16 സൈസുമുള്ള ഏറ്റവും വലിയ സൈസുമുള്ള നിങ്ങൾക്ക് ഒരു വലിയ ഐറ്റംസാണ് അയക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനുള്ള കൊറിയർ ബാഗ് വരെ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇതിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാര പൈസ ഉള്ളൂ. ഈ കൊറിയർ ബാഗിനൊക്കെ നിങ്ങൾക്ക് ഇതൊരു ബണ്ടിലായിട്ട് 100 ഒരുമിച്ച് വാങ്ങുന്നതായിരിക്കും എപ്പോഴും ലാഭമായിട്ട് വരും. നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് അയച്ചു തരും. ഇനി ഈ കാർട്ടൺ ബോക്സിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാർട്ടൺ ബോക്സ് ഇല്ലേ, ഇത് നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഫോട്ടോ ഫ്രെയിമുകളൊക്കെ നമുക്ക് അയക്കാൻ പറ്റിയ ഒരു കാർട്ടൺ ബോക്സാണ് ഇങ്ങനത്തെ ബോക്സുകൾ. ഫോട്ടോ ഫ്രെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ബിസിനസ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ കണ്ടിട്ടില്ലേ, ഫോട്ടോകൾ ആൾക്കാരുടെ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഫ്രെയിമായിട്ട് അയച്ചു കൊടുക്കണം. നല്ല ബിസിനസ്സാണ്. ആ ബിസിനസ്സിന് പറ്റിയ കാർട്ടൺ ബോക്സ് ഒക്കെ നമുക്കിത് യൂസ് ചെയ്യണേ. അതേപോലെ തന്നെ അതിൻ്റെ വലിയ ഫ്രെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ഫ്രെയിമുകൾ അയച്ചു കൊടുക്കാൻ പറ്റിയ കാർട്ടൺ ബോക്സുകൾ ഒക്കെ നമുക്ക് ഇത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു സാരിയാണ് അയക്കേണ്ടതെന്ന് വിചാരിച്ചു. സാരി അയക്കുന്ന ഒരു നല്ല പ്രീമിയം ഒരു സെറ്റ് സാരിയാണ്. സെറ്റ് സാരി പോട്ടെ, ഒരു പ്രീമിയം പട്ട് സാരിയാണ് നിങ്ങൾക്ക് വിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനുള്ള ബോക്സും ഉണ്ട്. നമ്മൾ ഈ പട്ട് സാരിയൊക്കെ അയച്ചു കൊടുക്കുന്ന കുറച്ച് പ്രീമിയം ബോക്സിലായിക്കില്ലേ, ഇത് കണ്ടോ. ഈ ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെൽഫ് ലോക്ക്ഡ് ബോക്സാണ്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് അടയ്ക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് അടുത്ത് വരാമോ, നമുക്കൊരു കാണിച്ചു കൊടുക്കാം. അതായത്
ഇത് വളരെ സിമ്പിളാണ്. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് സെൽഫ് ലോക്ക്ഡ് ബോക്സ്. ഇത് ആർക്കും നമുക്ക് ഈസി ആയിട്ട് പാക്ക് ചെയ്യാം. ഇങ്ങനെ വെക്കുക, ജസ്റ്റ് ഈ 2 സൈഡും മടക്കി കൊടുക്കുക. കണ്ടോ, ഈ സൈഡ് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ അതവിടെ ഉറപ്പിച്ചു. അതേപോലെ തന്നെ ഈ സൈഡ് ഇത് ഇങ്ങനെ മടക്കി അതേപോലെ തന്നെ ഇതുണ്ടോ ഉറപ്പിച്ചു. ഇനി നമുക്കിത് അടയ്ക്കാൻ പറ്റും. ഈ ബോക്സ് നിങ്ങൾക്ക് ഇത് കൊണ്ട് നടക്കാൻ എളുപ്പമാണ്, നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ എളുപ്പമാണ്. ഈ ബോക്സിൻ്റെ ഒക്കെ പ്രത്യേകത കണ്ടില്ലേ, ലോക്കിംഗ് സിസ്റ്റമാണ്, സെൽഫ് ലോക്ക്ഡായി. സെൽഫ് ലോക്ക്ഡ് ബോക്സുകളാണ് കൂടുതൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ്സിന് ഏറ്റവും പറ്റിയ ബോക്സുകളാണ് സെൽഫ് ലോക്ക്ഡ് ബോക്സുകൾ. നമ്മുടെ ഐറ്റംസ് നമ്മുടെ വെബ്സൈറ്റ് ഇന്ത്യ പാക്കിംഗ് എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ പറ്റും, www.indiapacking.com. ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു സ്കെയിൽ എടുക്കുക, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കുക. ഈ അളവിന് നോക്കിയുള്ള ബോക്സ് നിങ്ങൾ നോക്കി വാങ്ങുക എന്നുള്ളതാണ്. എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് പറ്റിയ പ്രൊഡക്റ്റുകൾക്ക് പറ്റിയ എല്ലാ ബോക്സുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ കൊറിയർ ബാഗിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടില്ലേ, വളരെ ചെറിയ കൊറിയർ ബാഗ് 6-8 സൈസ് തുടങ്ങിയുള്ള കൊറിയർ ബാഗുകളൊക്കെ എടുക്കാൻ പറ്റും. ഇതിനൊക്കെ ഈ കൊറിയർ ബാഗിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീസിന് 1 രൂപ ഒക്കെയാണ് വരത്തുള്ളൂ. ഈ കൊറിയർ ബാഗിനൊക്കെ പ്രൈസ് വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 100 രൂപയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 കൊറിയർ ബാഗ് വാങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് അവർക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഈ കൊറിയർ ബാഗ് ഉപയോഗിച്ച് എങ്ങനെ ഈസി ആയിട്ട് പാക്ക് ചെയ്യാന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് നമുക്ക് ചെറിയൊരു പാക്ക് എടുത്തിട്ട് ഈ 6-8ൻ്റെ പാക്ക്, അല്ലെങ്കിൽ വേണ്ട നമുക്ക് കുറച്ചുകൂടി വലിയ എടുക്കാം. 6-8 കുറച്ചും കൂടി വലിപ്പമുള്ള പാക്ക് എടുക്കാം. ഇവിടെ 8-10 ഉണ്ട്, 8-10ൻ്റെ ബാഗുണ്ട്. 8-10ൻ്റെ ബാഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ പൊളിക്കാം. ഇങ്ങനെ പൊളിച്ച് കഴിയുമ്പോഴും ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇത്രയും 100 എണ്ണത്തിൻ്റെ ഒരു ബണ്ടിലായിട്ടാണ് ഈ പാക്ക് വരുന്നത്. നമുക്കിതിൽ നിന്ന് ഒരു സൈസ് എടുക്കാം. 8-10ൻ്റെ ഒരു സൈസ് എടുത്തു. ഇതാണ് 8-10ൻ്റെ ഒരു കവർ. അത്യാവശ്യം വേണ്ട എല്ലാ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അയക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പാക്ക് ചെയ്യാം. നമുക്ക് ഇത് ചെയ്യുക, അതിൻ്റെ അകത്തേട്ട് ഇടുക. കണ്ടോ, ഇതിൻ്റെ അകത്തേട്ട് ഇട്ടു. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ സ്ലിപ്പുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്രസ്സ് ചെയ്ത് സ്ലിപ്പുകൾ നമുക്കിത് ഇടാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്തേട്ട് ഇട്ടു, കണ്ടല്ലേ, ഇങ്ങനെ ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിക്കാൻ ഇവിടെ ഒട്ടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടല്ലോ, ഇതിങ്ങനെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഈസി ആയിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇത് പോരത്തില്ല, കണ്ടോ. ഇനി ഇത്രയും വെച്ച് കഴിഞ്ഞ ശേഷം നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ട്. അതെ, ഇതിങ്ങനെ പൊളിച്ച് കളയുക. ഇതിങ്ങനെ പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കിത് ലോക്ക് ചെയ്യാൻ പറ്റും, കണ്ടോ. ഇനി നമുക്കിത് ഒരിക്കലും പൊളിക്കാൻ പറ്റില്ല, കണ്ടോ. നമുക്കൊരിക്കലും ഈ സാധനം ഇങ്ങനെ പൊളിക്കാൻ പറ്റില്ല. ഇത് പോരത്തില്ല ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞാലും, കണ്ടല്ലേ. ഇനി ഇത് പൊളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കീറേണ്ട വരും. അതായത് ഈ ബോക്സ് കീറി കഴിഞ്ഞാലാണ് നമുക്ക് പൊളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കൊറിയർ ബാഗ്, ഒരു കൊറിയർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സീൽഡ് ആണോ എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് വേറെ എന്തെങ്കിലും പൊട്ടിക്കലോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണം. നിങ്ങൾക്കൊരു കൊറിയർ കിട്ടുമ്പോഴേട്ട് നോക്കണം. അങ്ങനെ നോക്കിയതിന് ശേഷം മാത്രമാണ് ആ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങാവുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ കൊറിയർ ബാഗുകൾ നമ്മുടെ കയ്യിൽ ഏത് സൈസും ഉണ്ടോ, നിങ്ങളുടെ പ്രൊഡക്റ്റിന് ആവശ്യമായ എല്ലാ തരം കൊറിയർ ബാഗുകളും ഇവിടെ നമ്മുടെ ലഭ്യമാണെന്നുള്ളതാണ്. കൊറിയർ ബാഗുണ്ട്, ടേപ്പുകളുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റുന്ന ടേപ്പുകൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. ഇനി നിങ്ങൾക്ക് വേണ്ട ബബിൾ ഡ്രാപ്പുകൾ, അതായത് എന്തെങ്കിലും പൊതിയാൻ വേണ്ടിയിട്ടുള്ള ബബിൾ ഡ്രാപ്സ് കണ്ടിട്ടില്ലേ, ആ ബബിൾ ഡ്രാപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കത് റോളായിട്ട് വാങ്ങാം. ഇനി അഥവാ ഇതിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എത്ര മീറ്ററാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബബിൾ ഡ്രാപ്പുകൾ നിങ്ങൾക്ക് വാങ്ങാം. നിങ്ങൾക്ക് ഇവിടെ വാങ്ങാം. നമുക്ക് 2 സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ട്രിവാൻഡ്രത്തും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, എറണാകുളത്തും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ഓഫീസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിൽ പാലസ്, അതായത് തൃപ്പൂണിത്തുറ ഹിൽ പാലസാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നമ്മുടെ ഓഫീസ് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അത് കാര്യത്താണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. അവിടെയും നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് നേരിട്ട് പോയി വാങ്ങാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് അത് എത്തിച്ചേരും. നിങ്ങൾക്ക് കൊറിയറായിട്ട് സേഫായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരും. 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്തിച്ചേരും എന്നാണ് നമ്മുടെ പ്രത്യേകത. ഇന്ത്യയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യും. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇനി കസ്റ്റമൈസേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ കൊറിയർ ബാഗ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്രിൻറ്റിങ് അങ്ങനെയുള്ള വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തു തരാൻ തയ്യാറാണ്. ഇപ്പോൾ പ്രിൻറ്റിങ് ചെയ്യുമ്പോഴും അതിൻ്റേതായ പ്രശ്നമുണ്ട്. കാരണം അത് ബൾക്കായിട്ട് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ലാഭം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇനി പെറ്റ് ബോട്ടിൽസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പെറ്റ് ബോട്ടിൽസും നമ്മുടെ അവൈലബിൾ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. പെറ്റ് ബോട്ടിൽസ് നമ്മുടെ അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ട്രെച്ച് ഫിലിംസ്, അതായത് ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് റാപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ച് ഫിലിംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ട്രെച്ച് ഫിലിംസ്
നിങ്ങൾക്ക് ഏത് അളവിലുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് സ്ട്രെച്ച് ഫിലിംസൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. കാരണം ഒരു കാർട്ടൺ ബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടി വെള്ളം കയറാത്ത രീതിയിലൊക്കെ പൊതിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെച്ച് ഫിലിംസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ നിങ്ങളുടെ മെഷീൻ, നിങ്ങൾക്ക് എന്തെങ്കിലും സീലിങ്ങിന് ആവശ്യമായ മെഷീൻസ് അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങൾക്ക് ഈ ടേപ്പ് ഡിസ്പെൻസറുകൾ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ നിങ്ങളുടെ നിങ്ങൾ സ്പൈസസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മസാല കറി പൗഡറുകളൊക്കെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിറ്റി കവറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി കവറുകൾ അവൈലബിൾ ആണ്. ഞാൻ കാണിച്ചു തരാവുന്നതൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രൊഡക്റ്റായിട്ട്. നമ്മുടെ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്. പാക്കേജിങ് മെറ്റീരിയൽസിന് വേണ്ട എല്ലാ A to Z കണ്ടൻറ്റുകൾ നമ്മൾ ഇന്ത്യ പാക്കിംഗ് വഴി നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ബിസിനസ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുത്തും. നിങ്ങൾക്ക് ഞങ്ങളെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ 2 നമ്പറും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്തും വീഡിയോയുടെ അകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ബിസിനസ്, നിങ്ങളൊരു സംരംഭം തുടങ്ങിയ ആൾക്കാരല്ലേ, നിങ്ങളുടെ ബിസിനസ് ഞങ്ങളോടൊപ്പം വളരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അതുപോലെ ഇനിയൊരു വീഡിയോ ആയിട്ട്, പുതിയ പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. താങ്ക് യു.